ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാൻ. ദൈവമാത്മാവാകുന്നു. അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. പ്രാർത്ഥിക്കാം. സ്തുതികളിൻ മധ്യേ വസിക്കുന്ന ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഈ മനോഹരമായ വിശുദ്ധ ദിവസത്തിൽ ആലയത്തിൽ അൽത്താരയിൽ അർപ്പിക്കുന്ന ആരാധനയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് പങ്കാളികളായിരുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപയാൽ അവിടുന്ന് സഹായിച്ചിരിക്കൊണ്ട് സ്തോത്രം കരേറ്റുന്നു. ഈ ആരാധനയിലൂടെ അവിടുത്തെ തിരുനാമം മഹത്വപ്പെടുവാനും ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും, സഭയിലെ എല്ലാ കുടുംബങ്ങളും അനുഗ്രഹം പ്രാപിപ്പാനും ദൈവകൃപ പകരണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മഹത്വം ഏറ്റെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠ്യപുസ്തകത്തിൽ 128 ഗീതം പാടാം. 128 ഗീതം.
നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. സ്തുതിലിത്താനികൾ 3-ാം ഭാഗം 5-ാം പുറം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ തിരുനാമത്തിൽ വരുന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനെ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനെ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനെ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, അങ്ങേക്ക് സ്തുതി. സൃഷ്ടാവേ, അങ്ങേക്ക് സ്തുതി. പാപികളായ അടിയാരോട് കൃപ ചെയ്യുന്ന മശിഹാ രാജാവേ, അങ്ങേക്ക് സ്തുതി. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളെയും കുറ്റങ്ങളെയും മറയ്ക്കാതെ താഴ്മയും അനുതാപം അനുസരണമുള്ള ഹൃദയത്തോടെ ഏറ്റുപറവാൻ ദൈവം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയകൃപാസനിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാം. നമുക്ക് അനുതാപത്തോടുകൂടെ പ്രാർത്ഥിക്കാം. കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മിൽ വന്നുപോയ എല്ലാ കുറവുകളെയും ബലഹീനതകളെയും പാപങ്ങളെയും നമുക്ക് ഉണരാം. തന്റെ രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിക്കുന്ന കർത്താവിനോട് നമുക്ക് അവയെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം, പാപക്ഷമം പ്രാപിക്കാം. അനുതാപ പ്രാർത്ഥനയ്ക്കായി ആരാധനക്രമത്തിൽ 9-ാം പുറത്തുള്ള അനുതാപ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ അങ്ങയുടെ വഴിയിൽ നിന്ന് തെറ്റി ചിന്നിയിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെയും വിചാരങ്ങളെയും മോഹങ്ങളെയും അനുസരിച്ച് ഞങ്ങൾ നടന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ പരിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യമില്ല. എന്നാലും കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. പാപി മരിക്കണമെന്നല്ല, അവൻ ദുഷ്ടത വിട്ട് തിരിഞ്ഞീവിക്കണം മാത്രം അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദയയുള്ള പിതാവേ, ഞങ്ങളുടെ അനുതാപ ഹൃദയങ്ങളോടുകൂടെ അങ്ങിലേക്ക് തിരിയുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൽ അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചിരിക്കുന്ന കരുണയുടെ വാഗ്ദത്തങ്ങളെ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ഭാവഭാരം നീക്കി മോചന നിശ്ചയം ഞങ്ങൾക്ക് നൽകണമേ. ഇനിമേൽ അങ്ങയുടെ പരിശുദ്ധനാമത്തിന് മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ ഞങ്ങൾ അങ്ങയെ സേവിക്കേണ്ടതിനെ സഹായിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷവും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഇതെല്ലാം ഞങ്ങൾ യാചിക്കുന്നു. ആമീൻ. ക്രിസ്തേശുവിലൂടെ തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ കൃപാമൊഴി കേൾപ്പിൻ. ഒരുത്തൻ പാപം ചെയ്തു പങ്കലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൽ നിന്ന് ദാനമായി നാം പ്രാപിച്ച എല്ലാ നന്മകൾക്കായും പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയറ്റാം.
മഹാമാരിയുടെ വ്യാപനത്തിൻ്റെ മധ്യേയും ദൈവത്തിൻ്റെ അത്ഭുത കരം നമ്മോട് ഓരോരുത്തരോടും കൂടിയിരുന്ന് നമ്മുടെ കുടുംബങ്ങളുടെ ദൈവം കോട്ടകെട്ടി സംരക്ഷിച്ച് ഞങ്ങളുടെ രോഗങ്ങളിലും ഞങ്ങളുടെ ക്ലേശങ്ങളിലും ഞങ്ങളുടെ വിഷമതകളിലും ഞങ്ങളുടെ ഭാരങ്ങളിലും ഏറ്റവും അടുത്ത തുണയായിരുന്ന് അത്ഭുതകരമായ സൗഖ്യവും വിടുതലും ആശ്വാസവും അനുഗ്രഹവുമെല്ലാം തന്ന് അതിശയകരമായിട്ട് ഞങ്ങളെ വഴിനടത്തിയ എല്ലാ നല്ല കൃപകൾക്കായി ദൈവത്തിന് നമുക്ക് സ്തോത്രം കരയറ്റാം. ഈ അവസരത്തിൽ ആരാധനക്രമത്തിൽ 17-ാം പുറത്തുള്ള സ്തോത്രലിത്താൻ നമുക്ക് ഉപയോഗിക്കാം. ഓരോ സ്തോത്ര പ്രാർത്ഥനയുടെയും ഒടുവിലായി കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു എന്ന് പ്രതിവാക്യമായിട്ട് നമുക്ക് ചൊല്ലാം. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ജനങ്ങളുടെ മേലും അവിടുന്ന് കൃപയായി നൽകിയിട്ടുള്ള സകല ദാനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവന് വേണ്ടിയും ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിന് വേണ്ടിയും കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ കൃപയാൽ ഞങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള സത്യത്തിനായി ഞങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാ നന്മയ്ക്കായും ദിവ്യമായ കാര്യങ്ങളിലേക്ക് ഞങ്ങളെ വഴിനടത്തുന്ന വിശ്വാസത്തിനായും പ്രത്യാശയ്ക്കായും കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനോഹരമായ പ്രപഞ്ചം, പകൽ രാത്രി, വേനൽ, മഴ, വിത, കൊയ്ത്ത്, സസ്യതികൾ എന്നിവയ്ക്ക് വേണ്ടിയും കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സകല സന്തോഷങ്ങൾക്കായും ആശ്വാസങ്ങൾക്കായും കുടുംബ സംബന്ധമായ അനുഗ്രഹങ്ങൾക്കായും സ്നേഹിതന്മാർക്കായും സാമൂഹ്യ ജീവിതത്തിലെ നിർമ്മല സന്തോഷം, സ്നേഹം, സഹതാപം എന്നിവയ്ക്കായും കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഉപജീവന മാർഗങ്ങൾ, വിദ്യാഭ്യാസം, സാഹിത്യം, ശാസ്ത്രം, കല, സംസ്കാരം എന്നിവയ്ക്കായി കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സാമൂഹ്യ നീതിക്കും അതിഥിയുടെ വിമോചനത്തിനും അവശരുടെ ഉദ്ധാരണത്തിനു വേണ്ടി പോരാടുന്ന ഭരണാധിപന്മാർ, സാമൂഹിക പ്രവർത്തകർ, നിയമ നിർമ്മാതാക്കൾ, ശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയവർക്കായി കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, യുവതിവാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർക്കായി കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായും പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിനായും സഭയിലെ വിവിധ ശുശ്രൂഷകൾക്കായും കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ ലഭിച്ചിരിക്കുന്ന സന്ദർഭങ്ങൾക്കായും കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ ദൈവമേ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ആദരങ്ങൾ കൊണ്ട് അങ്ങേ സ്തുതിച്ചും ഞങ്ങളെ തന്നെ അങ്ങേക്ക് പ്രതിഷ്ഠിച്ച് ജീവിക്കുന്നതിനും ജീവിതത്താൽ അങ്ങേ സ്തുതിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീടെടുപ്പുകാരനുമായ കർത്താവേ, ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുമുമ്പാകെ പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമീൻ. വിശുദ്ധ സുവിശേഷം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 15 മുതൽ 26 വരെയുള്ള ദൈവവചനം. യോഹന്നാൻ 4:15 മുതൽ 26 വരെ. സ്ത്രീ യേശുവിനോട്, യജമാനനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടെ വരെ വരാതിരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണം എന്ന് പറഞ്ഞു. യേശു അവളോട്, പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവ് ഇല്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന്, എനിക്ക് ഭർത്താവ് ഇല്ല എന്ന് നീ പറഞ്ഞത് ശരി. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. അതിനാൽ നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ, നീ പ്രവാചകനാകുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധിച്ചു. എന്നാൽ ആരാധനയ്ക്കുള്ള സ്ഥലം യെരുശലേം ആകുന്നുവെന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ ആരാധിക്കുന്നത് ഈ മലയിലും യെരുശലേമിലും അല്ല എന്നുള്ള സമയം വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ ആരാധിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യാരാധകർ
പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സമയം വരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്നു. തന്നെ ആരാധിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. സ്ത്രീ അവനോട്, ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന മശിഹ വരുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലതും ഞങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാകുന്നു മശിഹ എന്ന് പറഞ്ഞു. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിലൂടെ നമുക്ക് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ആരാധനക്രമം 22-ാം പുറം അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ ബാധിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പീലാസിൽ കഷ്ടപ്പെട്ട് ക്രൂശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടെ സ്വർഗത്തിലേക്ക് കയറി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ അവിടുന്ന് വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുള്ള ഞങ്ങളുടെ കർത്താവേ, ഈ മനോഹരമായ വിശുദ്ധ ദിവസത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം 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 കരേറ്റുന്നു. ഞങ്ങളുടെ ഭവനങ്ങളെ ആരാധനയ്ക്കായിട്ട് അവിടുന്ന് ഒരുക്കുകയും ഭവനത്തിലിരുന്ന് ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അർപ്പിക്കുന്ന ആരാധനയുടെ മഹത്വം അവിടുന്ന് സ്വീകരിച്ച് അവിടുത്തെ സാന്നിധ്യം ഞങ്ങളിലേക്ക് അങ്ങ് അയച്ച് അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ നിറച്ച് ഞങ്ങളുടെ മധ്യസ്ഥതയ്ക്ക് അവിടുന്ന് മറുപടി നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിശുദ്ധ ദിവസത്തിൽ ദൈവത്തിൻ്റെ അളവറ്റ സാന്നിധ്യം കൃപയും ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും ഈ ദേശത്തിൻ്റെ മേലും അവിടുന്ന് പകരുന്നതിനായിട്ട് സ്തോത്രം കരേറ്റുന്നു. ഒരു വ്യാധിയുടെ മധ്യേ ഞങ്ങളായിരിക്കുന്നു. പകർച്ച വ്യാധി കാരണം അനേകർ കർത്താവെ ഭരതത്തിലെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ക്ലേശങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഈ പകർച്ചവ്യാധിയിൽ നിന്നുള്ള വിടുതലിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ വിടുവിക്കണമേ. മനുഷ്യരെ കൊണ്ട് അസാധ്യം, ദൈവത്താൽ സാധ്യം. നാഥ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പകർച്ചവ്യാധി കാരണം ദൈവാസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടവർ അനേകർ. അതുകൊണ്ട് അതിലൂടെ ദുഃഖത്തിലും ഭാരത്തിലും പ്രയാസത്തിലും സങ്കടത്തിലും വേദനയിലുമായിരിക്കുന്ന അനേകർ, അവരെല്ലാം ദൈവം ആശ്വസിപ്പിച്ച് കൃപയോടെ കാത്ത് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായിട്ടുണ്ടായ ലോക്ക്ഡൗൺ കാരണം ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ വരും തലമുറ ഈ നാടിൽ അനുഭവിക്കുന്ന സകലവിധമായ ക്ലേശങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അധ്വാന രംഗത്തുണ്ടായ പ്രതിസന്ധികൾ, ഞങ്ങളുടെ വരുമാന മാർഗങ്ങൾക്കുണ്ടായ തടസ്സങ്ങൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസ രംഗത്തുണ്ടായ പുതിയ രീതികൾ, ഇവയെല്ലാം തന്നെ പല നിലകളിൽ ഞങ്ങളെ ഓരോരുത്തരെയും ബാധിച്ചിരിക്കുകയും മാനസികമായും ശാരീരികമായും ഞങ്ങൾ പലപ്പോഴും ആകുലചിന്തരും ചിന്താകുലപ്പെടുന്നവരും കർത്താവെ നിരാശപ്പെടുന്നവരും ഇനി ഇതിൽ നിന്നൊരു വിടുതലിന് വേണ്ടി
ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തെ തന്നെ പൂർണ്ണമായി ആശ്രയിച്ച് ഈ നാടുകളിൽ കർത്താവേ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ അതിശയമായ സ്നേഹവും കരുതലും എല്ലാവരുടെ മേലും പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദൈവമായ കൃപ കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ. രോഗത്താൽ ഉണ്ടായ സകല പ്രതികൂലങ്ങളിൽ നിന്ന് ദൈവം ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് അവിടുന്ന് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സാമ്പത്തികമായ ക്ലേശങ്ങൾ അകറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്തുണ്ടായ തകർച്ചയിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വരുമാന മാർഗങ്ങളുണ്ടായ എല്ലാ തടസ്സങ്ങളെയും മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം തന്നെ ഞങ്ങൾക്ക് ദൈവാലയത്തിലും വന്ന് ദൈവത്തെ ആരാധിക്കാനും തിരുമേശയെങ്കിലും കൂട്ടായ്മ അനുഭവിപ്പാനും കൃപയേകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെയും ശക്തീകരിച്ച് ബലപ്പെടുത്തി വഴിനടത്തണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവരെ നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം കരേറ്റുന്നു. ഓരോ പ്രിയമുള്ളവരുടെ ജീവിതത്തിലും ദൈവം കൂടെ നടത്തുന്നതിനായി സ്തോത്രം. ഓരോ ഭവനങ്ങളിലും അങ്ങ് പാർക്കുന്നതിനായിട്ട് സ്തോത്രം. മാതാപിതാക്കളുടെ അധ്വാനത്തിൽ ഔദ്യോഗിക പ്രവർത്തന മണ്ഡലങ്ങളിലെല്ലാം ദൈവം സാന്നിധ്യം കൃപ കുടിക്കണമേ. അവരുടെ തൊഴിൽ രംഗങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. ദൈവ സാന്നിധ്യം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കുകയും വഴിടത്തെയും പരിപാലിക്കുകയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധമായ തിന്മകളും ദോഷങ്ങളും പോക്കി അങ്ങ് അവരെ രക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് കൂട്ടാളിയായിരുന്ന അവരുടെ കൃപയ്ക്കായി നന്ദി പറയുന്നു. മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം യൗവനക്കാരുടെ മേലും കുഞ്ഞുങ്ങളുടെ മേലും അവിടുന്ന് പകരുന്നതിനായിട്ട് സ്തോത്രം. വിദ്യാഭ്യാസ രംഗത്തിൽ ദൈവത്തിൻ്റെ കൃപ ധാരാളമായിട്ട് പകരണമേ. ഈ നാളുകളിൽ കർത്താവ് തങ്ങളുടെ റിസൾട്ട് കാത്ത് പ്രതീക്ഷയോടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹം പറഞ്ഞു ഉന്നതമായ വിജയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപയേകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻട്രൻസ് പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഞങ്ങളുടെ മക്കളെയും അവിടെ എൻട്രൻസ് പരീക്ഷയിലും ഉന്നത വിജയത്തോടുകൂടി അങ്ങനെ മഹത്വപ്പെടുത്തുവാനും അവർ ആഗ്രഹിക്കുന്നതിനെങ്കിലും ഉപരിപഠനത്തിന് അവസരങ്ങളെ തന്ന ദൈവം നടത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന എല്ലാവരെയും കാത്തുകൊടുന്നതിനായി സ്തോത്രം. ദൈവസാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവന നിർമ്മാണങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പൂർത്തീകരിക്കാൻ സഹായിക്കണമേ. ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ നിലകളിൽ കർത്താവ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, ബിസിനസ് സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, കൃഷികാര്യാദികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, തങ്ങളുടെ മൃഗജന്തുക്കളാൽ കർത്താവ് ഉപജനം കണ്ടെത്തുന്നവർ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ നാടും അവിടെ നിന്ന് അതിനെ വർദ്ധിപ്പിച്ച് അനുഗ്രഹിച്ച് നൽകുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവരെയും അവിടെ നിറയ്ക്കുന്നതിനായി സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ ദിവ്യമായ കൃപ എല്ലാവരും അനുഭവിപ്പാൻ ദൈവം ഞങ്ങൾ സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. അവിടുത്തെ കരുണ കൊണ്ട് കൃപ കൊണ്ട് എല്ലാവരും നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം കരേറ്റുന്നു. അതായത് ഈ അവസരത്തിനും മദ്യത്തിനും മയക്കുമരുന്നിന് അടിമകളായി ജീവിക്കുന്നവരെ ദൈവം രൂപാന്തരപ്പെടുത്തി ശക്തീകരിക്കാൻ സ്തോത്രം. അവിടുത്തെ കരുണ അവിടെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ സമാധാനം, സന്തോഷവും സ്വൈരവും ഐക്യവും സ്നേഹവും കൂട്ടായ്മ ബന്ധവും കർത്താവ് നാളുകളിൽ വളരുവാൻ തക്കവണ്ണം സഹായിക്കാൻ അനുഗ്രഹിക്കുന്ന നിർമ്മിക്കായിട്ട് സ്തോത്രം കരേറ്റുന്നു. ഈ നാളുകൾ കർത്താവ് രോഗികളായിരിക്കുന്ന ഓരോരുത്തരും അവിടുത്തെ കരങ്ങളിൽ തരുന്നു. പ്രത്യേകിച്ച് കോവിഡ് ബാധിതരായി ഈ നാളുകളിൽ കർത്താവ് സൗഖ്യം ദൈവം കൊടുത്ത സൗഖ്യത്തോടുകൂടെ ഭവനങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും കാത്തുകൊള്ളണമേ. കോവിഡ് അനന്തരം യാതൊരു തരത്തിലെ രോഗങ്ങളും അവരെ തൊടാതെ വണ്ണം ദൈവം കാത്തുകൂടി പരിപാലിക്കുന്ന നിർമ്മിക്കായി സ്തോത്രം. വീഴ്ചകൾ സംഭവിച്ച് കർത്താവെ ഭവനങ്ങളിൽ കഴിയുന്നവരെ അവിടുത്തെ കരങ്ങളിൽ തരുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരം നീട്ടി അവരെല്ലാം തൊടുന്നതിനായിട്ട് സ്തോത്രം കരേറ്റുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവരുടെ മേലും പകരുന്നതിനായി സ്തോത്രം. ഈ നാളുകൾ കർത്താവ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട് ചികിത്സയിലായിരിക്കുന്ന ടൈറ്റസ് എന്ന വന്യ പിതാവിന് വേണ്ടിയും സിനി എന്ന വന്ന മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗക്കിടക്കയിൽ ദൈവ സാന്നിധ്യം ഇറങ്ങിച്ചെല്ലണമേ. അടിപ്പിണരാളുടെ സൗഖ്യം കൽപ്പിച്ച് അവിടുന്ന് കർത്താവ് വഴിനടത്തണമേ. ഭവനത്തിൽ എത്രയും വേഗം മറിയുമെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപയേകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റ് പല നിലകളിൽ ഭവനങ്ങളിൽ ചികിത്സയിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർക്കായിട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മണിക്കൂട്ടിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ശാരീരിക ക്ലേശങ്ങളെയും മാറ്റി സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അളവറ്റ കൃപയും സാന്നിധ്യവും സന്തോഷം കരുതലും കൂടെ നടത്തുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ ദേശത്തിനും ദൈവകൃപ പകരണമേ. എല്ലാ കർത്താവേയും നാനാജാതി മതസ്ഥരായ എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നതിനായിട്ട് സ്തോത്രം. രോഗബാധിതരായവരെ സൗഖ്യമാക്കുന്നതുകൊണ്ട് സ്തോത്രം. തകർന്നുറങ്ങിയിരിക്കുന്ന ജീവിതങ്ങളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തി ശക്തീകരിച്ച് ബലപ്പെടുന്ന കൃപയ്ക്കായി നന്ദി. ഞങ്ങളുടെ സംസ്ഥാനത്തിനും ഞങ്ങളുടെ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മഹാവ്യാധിയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പകർച്ചവ്യാധി എന്നേക്കുമായിട്ട് ഞങ്ങളുടെ രാജ്യത്ത് വിട്ട് നീങ്ങുവാൻ കൊണ്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മൂന്നാം വ്യാപനമെന്ന് ഉണ്ടാകുമെന്നുള്ള ആശങ്കയോടുകൂടി ആയിരിക്കുന്ന കർത്താവേ, ഈ നാളുകളിൽ അത് ഞങ്ങളുടെ ഭാരതത്തെ തൊടുവാൻ ദൈവം അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ചിറകടി ഞങ്ങളെ സംരക്ഷിക്കണമേ. എപ്പോഴും അങ്ങങ്ങൾക്ക് എല്ലാം തിന്മകളും പോക്കി വിടുവിച്ച് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അവിടുത്തെ കരുണ എപ്പോഴും നൽകി ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ നാളുകളിൽ ആരോഗ്യ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും
നിയമപാലകരായിട്ട് പ്രവർത്തിക്കുന്ന സകലരെയും അവിടുത്തെ കരങ്ങളിൽ തരുന്നു. ഞങ്ങളുടെ സഭയിൽപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കാത്തുകൊള്ളണം. ആർക്കും ഒരു അനർത്ഥവും ദോഷവും കൂടാതെ ദൈവം ഇന്നയോളം പരിപാലിച്ചതിനായി സ്തോത്രം. ഇനിയും അവിടുന്ന് വഴിയെടുത്തി കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മഹായിടവയ്ക്കായും അഭിമന്യ ബിഷപ്പിനായും നേതൃത്വം വഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും എല്ലാ പട്ടക്കാർക്കായും ശുശ്രൂഷകർക്കായും സ്തോത്രം. കർത്താവേ, എല്ലാ ഇടവകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങൾ അവിടുത്തെ കരങ്ങളിൽ തിരുന്ന് ആശ്വസിപ്പിക്കണമേ. രോഗബാധിതരായി കഴിയുന്നവരെ അവിടെ സൗഖ്യമാക്കി വിടുവിക്കണമേ. സഭസാക്ഷ്യത്തോടും കെട്ടുറപ്പോടും കൂടെ വളരാൻ ഈ നാടിലൊക്കെ സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയോടെ കാക്കണമേ. കർത്താവിന് അനുഗ്രഹം കൂടെ ഇരിക്കണമേ. കർത്താവെ, ഈ അവസരത്തിൽ ഞങ്ങളുടെ തിരുവാലയത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കമ്മിറ്റിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കപ്പിയാർമാർക്കായി പ്രാർത്ഥിക്കുന്നു. മൈക്ക് ഓപ്പറേറ്റർക്കായി പ്രാർത്ഥിക്കുന്നു. ഗായക സംഘത്തിനായി പ്രാർത്ഥിക്കുന്നു. കൊയർ മാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹവും സമാധാനം കൂടെ ഇന്ന് വഴി നടത്തുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം കരേറ്റുന്നു. ഇനിയും ആവശ്യമായ എല്ലാ ദൈവകൃപയും അവിടുന്ന് പകർന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെയും അവിടുന്ന് തൃക്കൺ പാർത്ത് അനുഗ്രഹിക്കുന്നുകൊണ്ട് സ്തോത്രം. ഗർഭിണികളായിരിക്കുന്നവരെ അവിടുന്ന് കാത്തുകൊള്ളുകയും പരിപാലിക്കണമേ. പ്രത്യേകിച്ച് ജാൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരത്താൽ അവിടെ താങ്ങി നടത്തുകയും പരിപാലിക്കുകയും ചെയ്യണം. കർത്താവെ, പ്രസവാനന്തര ശുശ്രൂഷ കഴിഞ്ഞ് ഭവനത്തിലായിരിക്കുന്ന ഷിനിയും പൈതനെയും അവിടുത്തെ കരങ്ങളിൽ തരുന്നു. ദൈവത്തിന്റെ അത്ഭുതകരം നീട്ടി തൊടുകയും അവിടുത്തെ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറ ആഗ്രഹിച്ച് ഈ നാളുകളിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ആ പ്രിയമുള്ളവരെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. അവർക്ക് കർത്താവ് മക്കളെ ദാനമായി കൊടുത്ത് അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും എടുത്തിച്ചെന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. സഭയുടെ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങളിൽ തിരു സാന്നിധ്യം കൃപയും കൂടി ഇരിക്കണമേ. അതിനാവശ്യമായ എല്ലാ വിഭവങ്ങളും എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കർത്താവ് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചന കേൾവി ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുന്നുകൊണ്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവിൽ നിന്ന് വചനം സംസാരിക്കുന്ന പ്രിയമുള്ള അച്ഛനെ ദൈവം തന്റെ ആത്മാവിൽ ബലപ്പെടുത്തി കേൾക്കുന്ന തിരുവചനം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹവും സന്തോഷമായി തീർന്ന ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് കർത്താവ് അവിടെ തുണയേകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ കുടുംബങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവ് അനുഗ്രഹിക്കുകയും ദൈവകൃപയാൽ പരിപാലിക്കുകയും എല്ലാ ദോഷങ്ങളും പോക്കി വിടുവിക്കുകയും നന്മകളാൽ അനുഗ്രഹങ്ങളാൽ സമ്പന്നമാക്കി വേണ്ടത്തിച്ചണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. മഹത്വം ഏറ്റെടുക്കണം. ദൈവ സാന്നിധ്യം കൃപ അനുഗ്രഹവും പകരണം. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. എനിക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷ കടത്താ സന്തോഷം വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം നീക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ഈ അവസരം ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാട്ടുപുസ്തകത്തിൽ 473 ഗീതം പാടാം. അതോടൊപ്പം വചന കേൾവിക്കായിട്ട് നമ്മെ ഒരുക്കുകയും ചെയ്യാം. ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാട്ടുപുസ്തകത്തിൽ 473 ഗീതം പാടിക്കഴിഞ്ഞ ശേഷം സ്നേഹമുള്ള ആർവരൻ്റെ അനീഷൽ സുജനച്ചൻ നമുക്ക് ആവശ്യമായ സന്ദേശം ഈ ദിവസം നൽകുന്നതാണ്.
നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധ്യനായ ദൈവമേ, അവിടുത്തെ കൃപയാൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളെയും ധന്യമാക്കുന്നതിന് സ്തോത്രം. ഞങ്ങളുടെ ആരാധനകളിലൂടെ ദൈവത്തെ അധികം അറിയുന്നതിനും അനുഭവിക്കുന്നതിനും കൃപ പകരണമേ. ദൈവത്തെ ആരാധിക്കുന്ന സമൂഹമായി നിലനിന്നുകൊണ്ട് ദൈവരാജ്യ മൂല്യങ്ങളെ കാത്തിരിക്കുന്നവരായി അനുഭവിക്കുന്നവരായി ജീവിപ്പാൻ അവിടുന്ന് കൃപയേകിയാലും ഇന്നത്തെ വചന കേൾവി ഞങ്ങൾക്ക് അവിടുന്ന് അനുഗ്രഹിച്ച് പ്രദാനം ചെയ്യണമേ. ആരാധ്യനായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമ്പോൾ ദൈവം നൽകുന്ന നന്മകൾ പലയിടങ്ങളിലായിരുന്ന് ഒരുമിച്ച് പങ്കിടുവാൻ കൃപ പകർന്നാലും ക്രൂശിൽ മറക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ആരാധനയിൽ കൂടെ പങ്കെടുക്കുവാൻ വിവിധ ഇടങ്ങളിലായിരുന്നു കൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ നിമിഷം ദൈവത്തെ ആരാധിപ്പാൻ ദൈവമൊരുക്കുന്ന കൃപകൾക്കായി സ്തോത്രം. സ്നേഹവും ബഹുമാനവുമുള്ള ഈ സഭയുടെ അധ്യക്ഷനും മുക്കോല ഡിസ്ട്രിക്റ്റിൻ്റെ ചെയർമാനുമായിരിക്കുന്ന സ്നേഹമുള്ള അച്ഛനിലൂടെ ലഭ്യമാകുന്ന കരുതലും പ്രാർത്ഥനയ്ക്കും നന്ദിയോടെ തിരുസന്നിധിയിൽ ഞാൻ വിനയപ്പെടുന്നു. ഈ ആരാധന ഭവനങ്ങളിലായിരുന്ന് നമുക്ക് പങ്കെടുക്കുവാനും കാണുവാനും അതിനായിട്ട് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രിയ സഹോദരങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും ഇത്തരുണത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നാം വായിക്കുവാൻ ഇന്ന് ചിന്തകൾക്കായി നൽകിയിരിക്കുന്ന എല്ലാ വേദഭാഗങ്ങളിലും സാരാംശം നിറഞ്ഞു നിൽക്കുന്നത് ദൈവത്തെ ആരാധിക്കുക. ആരാധന ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കണം. ഏത് അവസ്ഥകളിലായിരുന്നാലും ആരാധന എന്നുള്ളത് വിട്ടൊഴിയുവാനോ മാറി നിൽക്കുവാനോ പാടുള്ളതല്ല. ആരാധനയ്ക്കായ ഒരു കൂടിവരവ് ഈ നാളുകളിൽ നിഷേധിച്ചിരിക്കുന്ന വേളകളിൽ നമ്മുടെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ നാം ആയിരിക്കുന്ന കൊച്ചു കൂട്ടങ്ങളിലായി ദൈവത്തെ ആരാധിപ്പാൻ നന്മകൾ സ്വീകരിക്കുന്നവരായി തീരേണ്ടുന്നത് ആവശ്യമാണ്. പഴയ നിയമ വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചന വേദഭാഗം. ഉസിയ രാജാവ് മരിക്കുകയും മരണത്തെ തുടർന്ന് വിഷമത്തിലായിരിക്കുന്ന യെശയ്യാവ് ദേവാലയത്തിലായിരിക്കുമ്പോൾ
ആരാധനയിൽ ദൈവ മഹത്വം ദർശിക്കുകയും ആ ദൈവ മഹത്വ ദർശനം ജീവിതത്തിന് മുന്നേറുവാനുള്ള കൃപയും ലക്ഷ്യവും പകർന്നു നൽകുന്നതാണ് പഴയ നിയമ വേദഭാഗം. അതിൽ നിന്ന് ചെറിയ 2 ചിന്തകൾ പ്രഭാതത്തിൽ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ധ്യാനിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 1 തുടങ്ങിയുള്ള വാക്യങ്ങൾ യെശയ്യാവിലൂടെ ദൈവം ജനത്തോട് പഠിപ്പിക്കുകയാണ്. ആരാധന ജീവിതത്തിൻ്റെ ഭാഗമാണ്, അത് അനിവാര്യമാണ്. അത് ഏത് സാഹചര്യത്തിലായിരുന്നാലും എന്ത് തടസ്സങ്ങൾ നേരിട്ടാലും ആരാധനയിൽ ബലപ്പെടുന്ന, ആരാധനയിൽ നിൽക്കുന്ന സമൂഹമായി നാം തീരണം. 1-ാമത്തെ ചിന്ത, ആരാധന ദൈവത്തിൻ്റെ മഹത്വ ദർശനമാണ്. ദൈവത്തെ കൂടുതലായി അനുഭവിക്കുന്ന നിമിഷങ്ങളായി തീരണം ആരാധന. വർഷിപ്പ്, അതിൻ്റെ മീനിങ് ഇങ്ങനെയാണ്: വർഷിപ്പ്, റിക്കഗ്നൈസിങ് ദ വർത്ത്. ദൈവത്തിൻ്റെ മഹത്വം തിരിച്ചറിയുന്ന അനുഭവമാണ് ആരാധന. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പ്രാരംഭം മുതലേ പഠിപ്പിക്കുന്ന സത്യം, ദൈവജനത്തിന് വന്നുപോയ അപജയം ശത്രുവിൽ നിന്നുള്ള ഭീഷണിയായിട്ടല്ല പറയുന്നത്. ദൈവജനത്തിന് വന്നുപോകുന്ന നാശങ്ങൾക്കും ദുരന്തങ്ങൾക്കും കാരണമായി പറയുന്നത് പാപത്തെയും ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയുമാണ് അവർക്ക് വീഴ്ചയ്ക്ക് കാരണമായി പറയുന്നത്. യെശയ്യാ പ്രവാചകൻ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ ആലയത്തിലായിരിക്കുന്നു. ആലയത്തിൽ ദൈവത്തെ ആരാധിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ മഹത്വം ദർശനം ലഭ്യമായി തീരുകയാണ്. കൂടെ ഉണ്ടായിരുന്നവർ ദൈവ സാന്നിധ്യം കണ്ടതായിട്ടോ അനുഭവിച്ചതായിട്ടോ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ആ ആരാധനാ സമൂഹത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തെ വ്യക്തിപരമായി അനുഭവിച്ചറിയുവാനും തൊട്ടറിയുവാനും യെശയ്യാ പ്രവാചകന് ഇടയായി തീർന്നു. ആരാധനയിൽ പങ്കെടുക്കേണ്ടുന്നതിന് നാം കൊടുക്കുന്ന ഒരുക്കത്തോടും സമർപ്പണവുമാണ് ദൈവാനുഭവം ജീവിതത്തിൽ അനുഭവിപ്പാനും കാണുവാനും നമുക്ക് സാധിക്കുന്നത്. യെശയ്യാവ് വിഷമിച്ചാണ് ഇരിക്കുന്നത്. ഉസിയ രാജാവിൻ്റെ മരണത്തെ തുടർന്ന് വിഷമിച്ചിരിക്കുന്ന യെശയ്യാവിന് വിഷമിക്കുവാനുള്ള കാരണങ്ങളുണ്ട്. ആ വിഷമങ്ങൾ പോക്കുവാനുള്ള മറുപടിയാണ് ആരാധനയിലൂടെ യെശയ്യാ പ്രവാചകന് ലഭ്യമായി തീരുന്നത്. യെശയ്യാവിൻ്റെ ചരിത്രവും ഉസിയ രാജാവിൻ്റെ ചരിത്രവും വേദ പുസ്തകത്തിൽ നിന്ന് പഴയ നിയമ കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട ചരിത്ര പുസ്തകങ്ങളിലൂടെ വായിച്ചെടുക്കുന്നത് സഹോദര പുത്രന്മാരായിരുന്നു ഉസിയ രാജാവും യെശയ്യാവും. എന്ന് പറഞ്ഞാൽ 2 പേരും രാജവംശത്തിൽ വന്ന് പിറന്നവർ. ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 24, 25, 26 അധ്യായങ്ങളിൽ അവയുടെ ചെറിയ വിവരണം നൽകുകയും അവർ സഹോദരന്മാരാണ് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ചരിത്രം ലഭ്യമായി തീരുന്നത് ബാബിലോണിയൻ തൽമൂദ് തുടങ്ങിയുള്ള ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. യോവാസ് രാജാവിൻ്റെ മകനായ അമസ്യാ രാജാവ് തൻ്റെ മരണശേഷം തൻ്റെ മകനായ ഉസിയ രാജാവ് രാജ്യം ഭരിക്കുന്നതിന് ഇടയായി തീർന്നു. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 25, 26 അധ്യായങ്ങളിൽ ഉസിയ രാജാവും യെശയ്യാ പ്രവാചകനും ഒരേ സമപ്രായക്കാരായി വളരുവാൻ ഇടയായി തീർന്നു. ജീവിതത്തിൽ പ്രാർത്ഥനകളിലൂടെ അനുഗ്രഹങ്ങൾ നേടിയ ഉസിയ രാജാവ് ആരാധന ജീവിതത്തിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ അത് ദേശത്തിനും തൻ്റെ ജീവിതത്തിനും ദോഷമായി തീരുവാൻ ഇടയായി തീർന്നു. ഉസിയ രാജാവ് 16-ാമത്തെ വയസ്സിൽ രാജ്യഭാരം ഏൽക്കുന്നു എന്നാണ് ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 26-ാമത്തെ അധ്യായം പഠിപ്പിക്കുന്നത്. 52 വർഷക്കാലം
ദേശത്തിൽ രാജ്യഭരണം നടത്തുവാനിടയായി. 52 വർഷത്തിന് ശേഷം ചില ചുരുങ്ങിയ കാലയളവുകളിൽ രോഗിയായി മകന്റെ നേതൃത്വത്തിൽ രാജ്യഭരണം നടത്തുന്നതിന് ഇടയായ ഒരു രാജാവാണ് ഉസിയ രാജാവ്. ഉസിയാവിന്റെ മരണസമയത്ത് കൂടെയുള്ള സഹോദര തുല്യനായ ഒരു രാജാവിൻ്റെ മരണം മാത്രമല്ല വിഷണ്ണനായിരിക്കുന്നത്, എവിടങ്ങളിലോ വെച്ച് അതുവരെയും തൻ്റെ ജീവിതത്തെ കരിപ്പിടിപ്പിച്ചുവെന്ന ആരാധന ജീവിതം നഷ്ടപ്പെടുവാൻ ഇടയായിത്തീർന്നു. ആരാധന നഷ്ടപ്പെട്ടതിലൂടെ, ആരാധനാ ജീവിതത്തിലൂടെ നേടിയെടുത്ത പേരും പെരുമയും നന്മകളൊക്കെ കണ്ണുവയ്ക്കുന്ന വേളയിൽ നഷ്ടപ്പെടുവാൻ ഇടയായിത്തീർന്നു. യെശയ്യാവിലൂടെ ദൈവം ജനത്തോട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആരാധന ദൈവത്തിൻ്റെ മഹത്വ ദർശനമാണ്. ഏത് സാഹചര്യമായാലും, ഏത് കാലയളവുകളായാലും, ഏത് പ്രതികൂലങ്ങളായാലും ലഭ്യമാകുന്ന സന്ദർഭത്തിൽ ദൈവത്തെ ആരാധിക്കണം. ആരാധനയിൽ അപജയം സംഭവിക്കുമ്പോൾ കണ്ണുമുക്കുന്ന വേളയിൽ തന്നെ അതുവരെയും നേടിയെടുത്ത പ്രശസ്തിയും അതുവരെയും നേടിയെടുത്ത നന്മകൾ നഷ്ടപ്പെടുവാൻ ഇടയായിത്തീരും. അത് കാണേണ്ടതായി ജീവിതത്തിൽ വരുന്നതിന് ഇടയാകും. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 26-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം പഠിപ്പിക്കുന്നത്, ഉസിയ രാജാവിൻ്റെ മാതാവ് ചുട്ടയായി തന്നെ വചനം പഠിപ്പിച്ചു വന്നു. ആ ദേശത്തിൽ വചനം പ്രബോധനത്തിലൂടെ പഠിപ്പിപ്പാനും ആരാധനയ്ക്കു വേണ്ടി ഉസിയ രാജാവിനെ ബലപ്പെടുത്തുവാനും സഖരിയാവ് എന്ന പേരുള്ളൊരു ഭക്തനായ മനുഷ്യനുണ്ടായിരുന്നു. വചനം പറയുന്നത്, ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സഖരിയാവ് എന്ന ദൈവഭക്തന്റെ കാലയളവുകളിൽ ഉസിയ രാജാവ് ആരാധനയ്ക്ക് വേണ്ടി ആരാധന തൽപരനായി നിന്നതിനെ കുറിച്ച് വചനം പറയുന്നു. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനം ഇങ്ങനെയാണ്: യഹോവയെ അന്വേഷിച്ച് ആരാധിച്ച ദിനങ്ങളിലെല്ലാം ഉസിയ രാജാവ് അഭിവൃദ്ധിയുള്ളവനായി ദേശത്ത് നിൽക്കുവാനും വളരുവാനും ഇടയായിത്തീർന്നു. അഭിവൃദ്ധി എന്ന് പറയുന്നത് ദേശത്തിൻ്റെ വിസ്തൃതി വളർത്തുവാനിടയായി. കൃഷിക്ക് തൽപരനായ രാജാവായിരുന്നതുകൊണ്ട് കാർഷിക വൃത്തിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുകയും ജലസേചന പദ്ധതികൾ നടപ്പാക്കി നന്നായി ദേശത്തെ പരിപോഷിപ്പിക്കുന്നതിന് ഇടയായി. മറ്റു രാജ്യങ്ങളെ വെല്ലുന്ന തരത്തിലുള്ള നല്ല സൈന്യം, ആൾപ്പെരുപ്പത്തെക്കാളേറെ നല്ല സൈന്യബലമുണ്ടായിരുന്നു. ഇതൊക്കെയും പ്രതിഫലമായി ലഭ്യമായത് ആ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് സഖരിയാവ് എന്നു പേരുള്ള ഭക്തനായ ഒരുവൻ വചനത്തെ ഉപദേശിച്ചപ്പോൾ, ദൈവ സന്നദ്ധിയിൽ ചേർത്ത് നിർത്തുവാൻ ഉസിയാവിനെ പഠിപ്പിച്ചപ്പോൾ, ആരാധനയ്ക്ക് വേണ്ടി ഉസിയാവിനെ ബലപ്പെടുത്തിയപ്പോൾ, ഉസിയ രാജാവ് പ്രബലനായി പ്രശസ്തനായ രാജാവായി 52 വർഷം ഭരണം നടത്തുന്നതിനിടയായി. വചനവും ചരിത്രവും പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദാവീദ് രാജാവിനും ശലോമോൻ രാജാവിന് ശേഷവും ആ വംശ പാരമ്പര്യത്തിലെ ആദ്യ പട്ടിക ഇടങ്ങളിലൊക്കെയും ദൈവം അനുഗ്രഹിച്ച് ദേശത്തിന് സമൃദ്ധി നൽകിയ നല്ല രാജാക്കന്മാരുടെ കൂട്ടത്തിലാണ് ഉസിയ രാജാവിനെ ഉൾപ്പെടുത്തിയതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എവിടങ്ങളിലോ വന്നുപോയ ആരാധനയിലെ അപജയം, ആരാധനയ്ക്ക് കൊടുക്കുന്ന വില കുറച്ചു കളഞ്ഞപ്പോൾ, തന്നെ മഹത്വം കൊടുക്കുവാനിടയായി തീർന്നപ്പോൾ, താൻ നേടിയെടുത്ത പേരും പെരുമയും പ്രശസ്തിയും തൻ്റെ മുമ്പിൽ നിന്ന് തന്നെ നഷ്ടപ്പെടുന്നതായി തനിക്ക് അനുഭവിപ്പാൻ ഇടയായി തീർന്നു എന്ന് ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 26-ാമത്തെ അധ്യായം പഠിപ്പിക്കുന്നു. തുടർന്നു വരുന്ന ഭാഗങ്ങൾ സഖരിയാവ് എന്ന ദൈവഭക്തന്റെ അസാന്നിധ്യം ഉസിയ രാജാവ് ആരാധനകൾക്കോ ആരാധന സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്നതിനോ താല്പര്യം കാണിച്ചില്ല. ബലവാനായി തീർന്നപ്പോൾ, ദേശത്തിൽ പ്രബല രാജാവായി മാറ്റപ്പെട്ടപ്പോൾ ആലയത്തിലേക്ക് പോവുകയാണ്. ആലയത്തിൽ ചെന്ന് ഏറിയ പുരോഹിതന്മാരുടെ മുമ്പിൽ ധൂപം കാട്ടുവാൻ വേണ്ടി കടന്നു ചെന്നപ്പോൾ പുരോഹിതന്മാർ പറഞ്ഞു, രാജാവേ, അങ്ങ് ചെയ്യുന്നത്
മാനമായി തീരുകയില്ല. ദൈവത്തെ ആരാധിക്കുന്നയിടത്ത് ആരാധനയ്ക്ക് ഒരു ഒരുക്കമുണ്ട്, മഹത്വമുണ്ട്, ദൈവസന്നദ്ധയിൽ വിനയപ്പെടലുണ്ട്. ദൈവം ഇത്രയും മഹത്വം നൽകി ആരാധനയിൽ അപജയം വന്നു പോകരുത്. പുരോഹിതന്മാരെ വെല്ലുവിളിച്ച് ഉസിയ രാജാവ് ധൂപം കാട്ടുവാൻ തുടങ്ങി. പുരോഹിതന്മാർ നോക്കി നിൽക്കവേ തന്നെ കുഷ്ഠരോഗിയായി മാറ്റപ്പെടുവാനിടയായി. 52 വർഷം നല്ല പേരെടുത്ത് 16-ാമത്തെ വയസ്സിൽ രാജ്യഭാരം തുടങ്ങി. 52 വർഷക്കാലം നല്ല പേരെടുത്തു. രാജ്യത്തെ വളർച്ചയുടെ ഉന്നതിയിലെത്തിച്ചു. നല്ല സൈന്യബലം, എല്ലാ തരങ്ങളിലും അഭിവൃദ്ധി പ്രാപിച്ച് ദേശത്തെ ഉന്നതിയിൽ നിർത്തിയപ്പോൾ, ആരാധന ജീവിതത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ, താൻ നോക്കി നിൽക്കെ തൻ്റെ ജീവിതത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പടിയിറങ്ങി പോകുന്നത് കാണുവാൻ ഇടയായി. യെശയ്യാവ് ദൈവത്തിൻ്റെ ആലയത്തിലിരിക്കുമ്പോൾ വിഷമങ്ങൾ ഇതാണ്. ഒരുമിച്ചുണ്ടായിരുന്ന പ്രിയ സഹോദര തുല്യനായ രാജാവ് ഉസിയാവ് മരണപ്പെട്ടുപോയി. ആരാധനയിൽ അപജയമാണ്. ദൈവത്തിൻ്റെ ആലയത്തിലിരിക്കുമ്പോൾ, ആരാധനയിൽ വീണ്ടെടുപ്പ് ലഭ്യമാകുവാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവം പ്രത്യക്ഷനായി യെശയ്യാവിന് പുതിയ ദൗത്യ നിർവഹണം നൽകുകയാണ്. ദൈവത്തിൻ്റെ മഹത്വത്തെ ദർശിച്ചവർ ആരും അവരുടെ യോഗ്യതകളല്ല പറഞ്ഞിട്ടുള്ളത്. ഉസിയ രാജാവും ഒരു കാലഘട്ടം വരെയും ദൈവത്തിൻ്റെ മഹത്വ ദർശനം ജീവിതത്തിൽ അനുഭവിച്ചപ്പോൾ ആ ദൈവത്തെക്കുറിച്ചാണ് പ്രകീർത്തിച്ചത്. യെശയ്യാവിലൂടെ ദൈവം പഠിപ്പിക്കുന്നു, എത്ര ഉന്നതനായിരുന്നാലും, എത്ര പേരും പെരുമയും ഉള്ളവനായിരുന്നാലും, എത്ര ആൾബലവും അഭിമാനതുല്യമായ സൈന്യബലമുള്ള രാഷ്ട്രമായിരുന്നാലും, ആരാധനയിൽ അലംഭാവം കാണിയാൽ, ആരാധനയിൽ ദൈവ മഹത്വ ദർശനത്തിന് പകരം സ്വന്തം മഹത്വ ദർശനം നൽകുവാനിടയായി തീരുമ്പോൾ, നേടിയെടുത്ത പേരും പെരുമയും കണ്ണിമയ്ക്കുന്ന വേളയിൽ പടിയിറങ്ങി പോകുന്നത് കാണുവാൻ ഇടയായി തീരും. മോശയുടെ ജീവിതത്തിൽ പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം ഓർമ്മപ്പെടുത്തുന്നത്, ദൈവത്തിൻ്റെ മഹത്വ ദർശനം കണ്ടിട്ടുള്ളവർ ആരും അവരുടെ പുകഴ്ത്തുവാനോ അവരെ ഉയർത്തിക്കാണുവാനോ അവർ തയ്യാറായില്ല. ഉസിയാവും അതുപോലെ ആയിരുന്നു. എപ്പോഴാണ് തന്നെ ഉയർത്തുവാനും തന്നെ വളർത്തുവാനും ഇടയായപ്പോൾ ആരാധനയിൽ അപജയം വരുവാനിടയായി തീർന്നു. ദൈവം ഓർമ്മപ്പെടുത്തുന്നു, സമൂഹത്തിൽ പ്രമുഖരാകാം, തൊഴിൽ കൊണ്ടും സമ്പത്ത് കൊണ്ടും അറിവ് കൊണ്ടും കഴിവുകൊണ്ടും മേന്മയുള്ളവരാകാം. ഓരോ ആരാധനയിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വ ദർശനം ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ നിസ്സാരനാണ്, ഞാൻ ഒന്നുമല്ല എന്നുള്ള സമർപ്പണമാണ് ദൈവത്തിൻ്റെ മഹത്വ ദർശനം ലഭ്യമായി തീരുവാൻ ഇടയാകുന്നത്. രാജകൊട്ടാരത്തിൽ പ്രിയ സഹോദരന് തുല്യമായി ഉസിയാവും യെശയ്യാവും ഒരുമിച്ച് വന്നു, വളർന്നു. ഉസിയാവിൻ്റെ മരണത്തിൽ താൻ ആലയത്തിലിരിക്കുമ്പോൾ താൻ എത്രമാത്രം നിസ്സാരനാണ് തിരിച്ചറിയുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വ ദർശനം ഉണ്ടാകുന്നു. ഓർക്കുക, എത്ര ഉന്നതനായിരുന്നാലും ദൈവത്തിൻ്റെ സന്നദ്ധയിൽ വിനയപ്പെടുമ്പോൾ ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞ് ദൈവസന്നദ്ധയിൽ വിധേയപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വ ദർശനം ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സഖരിയാവിനെ പോലെ ഉസിയാവിനെ നയിച്ച ഒരു ഭക്തന്മാരായി തീരുവാൻ നമുക്ക് അവസരമുണ്ട്. മാതാപിതാക്കളായി, സഹോദരങ്ങളായി, വിവിധ ശുശ്രൂഷാതലങ്ങളിൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് ചേർത്ത് നിർത്തുവാൻ, ഉപദേശകന്മാരായി വഴി നടക്കുവാൻ നമുക്ക് സാധിക്കും. 2, ആരാധന സ്വയ സമർപ്പണമാണ്. യെശയ്യാവിനെ സംബന്ധിച്ചിടത്തോളം ആലയത്തിൽ വ്യാകുലപ്പെട്ടിരിക്കുകയാണ്. പ്രബലനായ, പേരെടുത്ത, ജനക്ഷേമകരമായിട്ടുള്ള സേവനം കാഴ്ചവെച്ച് മരണത്തിൻ്റെ അവസാന നാളുകളിൽ അവയെല്ലാം ശോഷിച്ചു പോയതിനെ കുറിച്ചാണ് വചനം പറയുന്നത്. ഉസിയാവിൻ്റെ മകൻ യോഥാം രാജാവ്
ഉസിയാവിനെ പോലെ ദൈവസന്നിധിയിൽ ചേർന്ന് നിൽക്കുവാനോ. തുടർന്ന് വരുന്ന ചരിത്രങ്ങൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഉസിയാവിനെ പോലെ പ്രബലമായ ഒരു രാഷ്ട്രമാക്കി പണിയപ്പെടുവാൻ താല്പര്യം കാണിച്ചില്ല, ആരാധനയ്ക്ക് സമയം കണ്ടെത്തിയില്ല എന്നുള്ളതാണ് രാജാവിന്റെ ജീവിതത്തിൽ വന്നുപോയ അപജയം. യെശയ്യാവ് വിഷമത്തിനോട് ഇരിക്കുമ്പോൾ ദൈവം യെശയ്യാവിന് പുതിയ ദൗത്യം നൽകുകയാണ്. വ്യാകുലപ്പെട്ടിരിക്കുമ്പോൾ മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് ധൈര്യം നൽകുന്നതാണ് നമ്മുടെ ആരാധനകളിലെ സമർപ്പണം. നമ്മെ കൈവിടാതെ വഴി നടത്തുന്ന ദൈവം കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ്. യെശയ്യാ പ്രവാചകൻ പറയുന്നു, ദൈവത്തിന്റെ മഹത്വ ദർശനം കാണുമ്പോൾ പ്രവാചകൻ തന്നെ പറയുകയാണ്, ഞാൻ അശുദ്ധനാണ്. പ്രവാചകൻ തന്നെ പറയുകയാണ്, ഞാൻ അശുദ്ധനാണ്, ഞാൻ കുറവുള്ളവനാണ്. വായ്ക്ക് അഗ്നി തൊടിവിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നിന്റെ അധരത്തിൽ തൊട്ടതിനാൽ നിന്റെ പാപം നീങ്ങി, നീ പുതിയ മനുഷ്യനായി തീർന്നു. അത് തുടർച്ചയാകണം. നീ പുതിയ മനുഷ്യനായി തീർന്നു. നീ പുതുക്കം പ്രാപിക്കുന്ന അനുഭവം നിന്റെ ജീവിതത്തിലേക്ക് വന്നു. ഇനി ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. ഓരോ സമർപ്പണങ്ങളും നമ്മെ ഉദ്ബോധിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നത്, ജീവിതത്തിൽ മോശം കാലം വരുമ്പോൾ ദൈവസന്നിധിയിൽ ആരാധനയ്ക്കും പ്രാർത്ഥനകൾക്കും സമയം കണ്ടെത്തി നന്മകൾ ലഭ്യമാകുമ്പോൾ അവയെ മറന്നു കളയാനല്ല. നീ ശുദ്ധനായി തീർന്നു, നീ ധൈര്യത്തോടെ പോകണം. നിനക്കുള്ള ദൗത്യം നീ ഏറ്റെടുക്കണം. ആരാധനയുടെ സമർപ്പണം വ്യക്തമാക്കുവാൻ സാധിക്കുന്ന മേഖലകളിൽ അതിന് നീ ഇട കൊടുക്കണം. വേദപുസ്തകത്തിൽ നിന്ന് തന്നെ ചെറിയൊരു ഉദാഹരണം നമുക്ക് വായിച്ചെടുക്കാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാമത്തെ അധ്യായം 1 മുതൽ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ദുരിതത്തിന്റെ മുമ്പിൽ ദൈവത്തെ വിളിക്കുന്ന വീട്ടമ്മ. സുഭിക്ഷതയും ദൈവസന്നദ്ധയിലെ സുഭിക്ഷതയും ലഭ്യമായി തീരുമ്പോഴും ദൈവസന്നദ്ധയിലെ സമർപ്പണത്തിനു വേണ്ടിയുള്ള സമയം മറക്കുന്നില്ല. ഭാഗം ഇങ്ങനെയാണ്. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരു സ്ത്രീ എലീശയോട് നിലവിളിക്കുകയാണ്, കുടുംബത്തിലെ നാഥൻ നഷ്ടപ്പെട്ടു പോയി. നിന്റെ ഭക്തനായിരുന്നു, നിന്നോടൊപ്പമുള്ളവനായിരുന്നു, നാഥൻ നഷ്ടപ്പെട്ടു പോയി. ഭവനത്തിൽ കടം ഏറെ തളം കെട്ടി നിൽക്കുന്നു. അവരുടെ പ്രശ്നം വേർപാടുണ്ട്, കടഭാരമുണ്ട്. അവർ ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും സമയം കണ്ടെത്തുന്നു. ദൈവത്തോട് ആലോചന ചോദിക്കുകയും ദൈവം അവർക്ക് ആലോചന പകർന്നു നൽകുകയും ചെയ്യുന്നു. കടം എങ്ങനെ വീട്ടണമെന്നുള്ള ആലോചന പ്രവാചകനിലൂടെ തന്നെ ലഭ്യമായി തീരുന്നു. അവർ പോയി പാത്രമൊക്കെയും വാങ്ങി എണ്ണ പകരുന്നതിന് ഇടയായി തീർന്നു. എങ്ങനെയാണോ ജീവിതത്തിൽ ആ പ്രശ്നത്തെ പരിഹരിക്കേണ്ടത് എന്ന് അവർ ദൈവസന്നിധിയിൽ തന്നെ വിനയപ്പെട്ട് അതിനുള്ള മറുപടി അവർ കണ്ടെത്തി. ധാരാളം എണ്ണ കിട്ടി. എണ്ണ വർദ്ധിച്ചു. എണ്ണയുടെ പെരുപ്പം തീർന്നു കഴിഞ്ഞപ്പോൾ അവർ ആ ലഭ്യമായ എണ്ണയെല്ലാം കരുതി വെച്ചതിന് ശേഷം വീണ്ടും ദൈവസന്നിധിയിലേക്ക് പോവുകയാണ്. ഞങ്ങൾ എന്തോ ചെയ്യേണ്ടു? സാധാരണ അവർ ദൈവസന്നിധിയിൽ ചെല്ലാതെ എണ്ണ വിറ്റ് അവരുടെ കടം വീട്ടുവാൻ സാധിക്കുമെന്നുള്ളത് അവരുടെ സാമാന്യ ബുദ്ധിയിൽ തോന്നേണ്ടുന്ന ഒരു കാര്യമാണ്. അത് ചെയ്താലും തെറ്റില്ല. അവരുടെ ആവശ്യം പ്രവാചകന്റെ സന്നിധിയിലും ദൈവത്തിന്റെ സന്നിധിയിലും വെച്ചത്, ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന കടത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു വീണ്ടെടുപ്പ് വേണം. എണ്ണ അവർ വെച്ചിട്ട് വീണ്ടും ദൈവസന്നിധിയിലേക്ക് ചെന്നപ്പോഴാണ് അവർ വിശ്വാസത്തിന്റെ വഴിവിളക്കും ആരാധനയിലെ സമർപ്പണവുമായി തീർന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അത് തരുന്ന ഒരു ഫീച്ചറുണ്ട്. അറിവ് നേടിയതിലൂടെ, കഴിവ് സമ്പാദിച്ചതിലൂടെ, ധനം സമ്പാദിച്ചതിലൂടെ അത് ഡിറ്റർമിൻ ചെയ്യുന്ന, അത് തീരുമാനിക്കുന്ന ഒരു ഫ്യൂച്ചർ, ഒരു ഭാവിയുണ്ട്. അതനുസരിച്ച് നമുക്ക് പ്രവർത്തിപ്പാൻ സാധിക്കും. മറിച്ച് സമ്പത്ത് ലഭ്യമാകുമ്പോഴും കഴിവ് ലഭ്യമാകുമ്പോഴും അനുഗ്രഹം ലഭ്യമാകുമ്പോഴും അത് നിശ്ചയിക്കുന്ന ഭാവിയേക്കാൾ ദൈവസന്നിധിയിൽ വീണ്ടും ആരാധനയിൽ സമർപ്പിക്കുമ്പോൾ ദൈവം തുറക്കുന്ന വഴിയിലേക്ക് വിനയപ്പെടുന്നതാണ്
ആരാധനയിലെ സമർപ്പണം. കണ്ണുനീർ ദൈവസന്നിധിയിൽ അർപ്പിച്ചു. തുടർന്ന് ജീവിതത്തിൽ ലഭ്യമാകുന്ന നന്മകളും ദൈവസന്നിധിയിൽ അർപ്പിപ്പാൻ സാധ്യമാകണം. യെശയ്യാവിനെ സംബന്ധിച്ചിടത്തോളം ഉസിയ രാജാവ് മരിച്ചു. നല്ല ഒരു രാജാവിൻ്റെ ഭരണം നഷ്ടപ്പെട്ടു. ആ വേദനയിൽ കണ്ണുനീരോടുകൂടി ഇരിക്കുമ്പോൾ ദൈവം ഭാവി പറയുകയാണ്, നിനക്കുള്ള ദൗത്യം നീ ഏറ്റെടുക്കുക. ഒരു ഫ്യൂച്ചർ ലഭ്യമായി തീരുമ്പോഴും അതും ദൈവസന്നിധിയിൽ സമർപ്പിപ്പാൻ യെശയ്യാ പ്രവാചകന് സാധ്യമായി തീരുകയാണ്. ആരാധനയുടെ സമർപ്പണം ഇതാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നല്ല വിജയത്തിനായി ആഗ്രഹിക്കും. പഠനം പൂർത്തീകരിക്കുമ്പോൾ ഒരു തൊഴിൽ ലഭ്യമായി തീരണമെന്നുള്ള പ്രാർത്ഥനയാണ്. തൊഴിൽ ലഭ്യമായി തീർന്നിട്ട് ദൈവസന്നിധിയിൽ വിനയപ്പെടുന്ന സമർപ്പണപ്പെടുന്നതാണ് ആരാധനയിലെ സമർപ്പണം. കടം, നല്ല തൊഴിൽ, നല്ല ഭവനം, ഇവയെല്ലാം പ്രാർത്ഥിക്കും. മറുപടി കിട്ടിയാൽ നന്മ ദൈവസന്നിധിയിൽ വയ്ക്കാൻ മറന്നു പോകരുത്. ഞാൻ പോകാം, ദൈവത്തിൻ്റെ വാക്ക് തന്നെ എൻ്റെ ജീവിതത്തിൽ ഭവിക്കട്ടെ. നന്മ ലഭ്യമായി തീരുന്ന ഈ നിമിഷങ്ങളിലും ഞാൻ ദൈവത്തിനായി പോകാം, ദൈവത്തിൻ്റെ വാക്ക് തന്നെ ഭവിക്കട്ടെ എന്ന് യെശയ്യാ പ്രവാചകൻ ധൈര്യത്തോടെ പറയുകയാണ്. കിട്ടിയ നന്മ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവച്ച് സമർപ്പിക്കുമ്പോഴാണ് അത് ആരാധനയിലെ സമർപ്പണമായി തീരുന്നത്. രാജാക്കന്മാരുടെ പുസ്തകം 2-ാം പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ ഒരു പേര് പോലും പറയപ്പെടുവാൻ സാധ്യതയില്ലാത്ത അൺനോണായിട്ട് പോകേണ്ടുന്ന ഒരു കുടുംബം ബൈബിളിൽ ഒരു ബ്രാൻഡിങ് കുടുംബമായി, വിശ്വാസത്തിനും ആരാധനയ്ക്കും ഒരു ബ്രാൻഡിങ് കുടുംബമായി മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നത് കണ്ണുനീരും അർപ്പിച്ചു ലഭ്യമായ നന്മയും ദൈവസന്നിധിയിൽ അവർക്ക് അർപ്പിപ്പാൻ ഇടയായി തീർന്നു. യെശയ്യാ പ്രവാചകന്റെ സന്ദേശം ഞാൻ പ്രാരംഭത്തിലേ പറഞ്ഞു. ശത്രു രാജാക്കന്മാരുടെ ആക്രമണമോ അവരുടെ കടന്നുകയറ്റമോ അല്ല, ദൈവസന്നിധിയിൽ ദൈവജനം ആരാധനയെ വില കുറച്ചപ്പോൾ പാപഭംഗിലമായി അവരുടെ ജീവിതം പോകുവാനിടയായി തീർന്നു. വിലയുള്ളവരായി മാത്രം, വിയർപ്പ് ഒഴുക്കുന്നവരായി മാത്രം തീരാതെ കണ്ണുനീരുകൂടെ ഒഴുക്കുന്നവരായി നാം മാറ്റപ്പെടണം. ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നവർ മാത്രമല്ല, വർഷിപ്പ് ചെയ്യുന്നവർ കൂടെ ആയി തീരുമ്പോൾ നമ്മുടെ അധ്വാനം അർത്ഥവത്തായി തീരുന്നതിന് ഇടയായി തീരും. ഒരുമിച്ചൊരു കൂടിവരവ് നമുക്ക് സാധിക്കുന്നില്ല. ഉസിയ രാജാവിനെ വഴി നടത്തിയ ദൈവഭക്തന്മാരെ പോലെ, സക്രിയാവിനെ പോലുള്ള ദൈവഭക്തന്മാരെ പോലെ നാം പാർക്കുന്ന ഇടങ്ങളിൽ ഞാനാകാം, നിങ്ങളാകാം, ആർ വേണമെങ്കിലും ആകാം. നാളുകൾ പറയും, അവരെ ദൈവത്തിൻ്റെ ആരാധനയിലേക്ക് കരം പിടിച്ചു വഴി നടത്തിയത് കൊണ്ട് അവർ യഹോവയെ അന്വേഷിച്ചതിലെല്ലാം മഹത്വവും നന്മയും രാജാവിന് ലഭ്യമായി തീർന്നു. നമ്മുടെ തലമുറക്കാർ ഒരുമിച്ചുള്ളൊരു കൂട്ടമാകണമെന്നില്ല, ചുരുങ്ങിയ കൂട്ടമായി പ്രാർത്ഥനകളിലൂടെ ആരാധനയുടെ മഹത്വം തിരിച്ചറിയണം. അതേത് സാഹചര്യമായാലും യെശയ്യാവ് ഓർമ്മപ്പെടുത്തുന്നതാണ്. അത് ഏത് സാഹചര്യമായാലും ഏത് അവസ്ഥയായിരുന്നാലും ആരാധന കൈമോശം വരാൻ പാടുള്ളതല്ല. കൊച്ചു കൊച്ചു പ്രാർത്ഥനകളാകാം നാം അറിയാതെ നമ്മുടെ തലമുറക്കാർ ദൈവസന്നിധിയിൽ ബലപ്പെടുന്നത്. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും രോഗങ്ങളും സമൂഹത്തിൽ നിലനിൽക്കാം. കൊച്ചു കൊച്ചു പ്രാർത്ഥനകളിൽ ദൈവം നമ്മെ ബലപ്പെടുത്തും. ആരാധനകൾ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ഉയരണം. പാട്ടുകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, വേദ വായനകളിലൂടെ ദൈവനാമം നാം ഇരിക്കുന്ന ഭവനങ്ങളിൽ മുഴങ്ങുമ്പോൾ നമ്മുടെ ഭവനങ്ങളും ആരാധന മുഖരിതമായി തീരും. ആരാധന മുഖരിതമായി തീർന്ന സന്നദ്ധിയിലെല്ലാം ദൈവത്തിൻ്റെ മഹത്വ ദർശനമുണ്ടായി. എൻ്റെ വലിപ്പമല്ല, എൻ്റെ അറിവല്ല, എൻ്റെ സമൃദ്ധിയല്ല, ദൈവത്തിൻ്റെ മുമ്പിലുള്ള സ്വയ വിനയപ്പെടലുകളാകണം. ഞാൻ നേടിയ സമ്പത്ത് കൊണ്ടും അറിവുകൊണ്ടും കഴിവുകൊണ്ടും എനിക്ക് നൽകുന്ന ഒരു ഫ്യൂച്ചറുണ്ട്. ആ ഫ്യൂച്ചറിനെ ഡിറ്റർമിൻ ചെയ്യുന്നതിനേക്കാളേറെ അവയെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചെടുക്കുമ്പോൾ ഞാൻ അറിയാതെ ദൈവത്തിൻ്റെ ആരാധകനായി,
ദൈവസന്നദ്ധിയിലുള്ള സമർപ്പണമുള്ള ജീവിതം നയിപ്പാൻ എനിക്ക് കൃപയുണ്ടാകും. അത്തരത്തിലേക്ക് ബലപ്പെടുവാൻ ദൈവം നമുക്ക് കൃപയേകട്ടെ. വിജയ വഴികളെ ദൈവസന്നദ്ധിയിൽ അർപ്പിച്ച് ദൈവം തരുന്ന വഴികളിൽ സഞ്ചരിപ്പാൻ ഉള്ള സമർപ്പണമാണ് ആരാധനാ ജീവിതം. ഒന്നുകൂടെ, വിജയ വഴികളെ ദൈവസന്നദ്ധിയിൽ അർപ്പിച്ച് ദൈവം തരുന്ന വഴികളിൽ സഞ്ചരിപ്പാനുള്ള സമർപ്പണമാണ് ആരാധനാ ജീവിതം. കർത്താവ് കൃപയേകട്ടെ. ആമേൻ. പ്രത്യേക നേർച്ചകൾ അർപ്പിച്ചിരിക്കുന്നവരുടെ പേരുകൾ വായിച്ചുകൊള്ളട്ടെ. ചാരുബഞ്ച നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്കായി നേർച്ച അർപ്പിച്ചിരിക്കുന്നത് ബെൻസി ടീച്ചർ വിൽസ് ഹൗസ്. മിഷണറി ഫണ്ടിലേക്കായി നേർച്ചകൾ അർപ്പിച്ചിരിക്കുന്നത് സെൽവരാജ് രാജ്ഭവൻ, ആൻസലം അനർഗ ഹൗസ്, ഷാജി ആൻഡ് ഫാമിലി ഉഷസ്. പൂർ ഫണ്ടിലേക്കായി നേർച്ചകൾ അർപ്പിച്ചിരിക്കുന്നത് ഷാജി ആൻഡ് ഫാമിലി ഉഷസ്, ഷൈൻദാസ് ആൻഡ് ഫാമിലി നെതാന്യ. തിങ്കളാഴ്ച മുതൽ BSc നഴ്സിംഗ് ഫൈനൽ ഇയർ പരീക്ഷ ആരംഭിക്കുന്നതിനായി സഭയുടെ പ്രത്യേക പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് നേർച്ച അർപ്പിച്ചിരിക്കുന്നത് ഷാനി US ഉഷസ്. സ്മാരക പ്രാർത്ഥനയുടെ കാണിക്ക അർപ്പിച്ചിരിക്കുന്നത് ജിജീഷ് S ആർജൻ സ്റ്റെല്ല ബ്രൈറ്റ്ലൈറ്റ് എന്നിവരുടെ സ്മാരക പ്രാർത്ഥനയുടെ കാണിക്ക അർപ്പിച്ചിരിക്കുന്നത് ജിജീഷ് S ആർജൻ. ധനവാദൻ പ്രിയപിതാവിന്റെ ഓർമ്മ പ്രാർത്ഥനയുടെ കാണിക്ക അർപ്പിച്ചിരിക്കുന്നത് വിനോദിനി ആൻഡ് ഫാമിലി പ്രിംറോസ്. മറ്റ് നേർച്ചകൾ അർപ്പിച്ചിരിക്കുന്നത് ഡേവിഡ്സൺ T വാട്സൺ നിവാസ്, റാണി ഡേവിഡ്സൺ വാട്സൺ നിവാസ്, അലീന R ഡേവിഡ്സൺ വാട്സൺ നിവാസ്, അനൂപ ഡേവിഡ്സൺ വാട്സൺ നിവാസ്. ജന്മദിന കാണിക്കകൾ അർപ്പിച്ചിരിക്കുന്നത് ആൻസലം അനർഗ ഹൗസ്, ജനറ്റ് സൈജു ഭവൻ, ഷൈനി ബൈജു ഗ്രേസ് മൗണ്ട്, ഷൈൻദാസ് നെതാന്യ, ജെ ലിൻസ്പിഡിക്കർ ഏഞ്ചൽസ് കോട്ടേജ്, ആഷിഷ് സക്കറിയ ഷെഖേന, നിർമ്മല സിന്ധു ഷെഖേന. വിവാഹ വാർഷികം ആഘോഷിക്കുന്ന നേർച്ചകൾ അർപ്പിച്ചിരിക്കുന്നത് ശ്രീ ആൻഡ് ശ്രീമതി ലിൻസ്ബി ഡീക്കൽ ലളിത ലിൻസ്ബി ഏഞ്ചൽസ് കോട്ടേജ്. വരുന്ന ആഴ്ചക്കാലം ജന്മദിനം ആഘോഷിക്കുന്നവർ സിൽവി ജിജി ഭവൻ, രത്നാഭായി പുരവൂർ കോണം, ഗ്രേസി ചിറ്റാലംകോട്, സനോജ് SS ബദേൽ കാസിൽ, ജോയൽ ബദേൽ ഹൗസ്, ഡെയ്സി ഷാർലറ്റ് സുമാ ഭവൻ, ജെ സോമർവെൽ ഉഷസ് ഹൗസ്, ഏബൽ ഷാരോൺ, ലൈല ചക്കാലക്കോണം, ജാസ്മിൻ ഡീക്കനസ് അനർഗ ഹൗസ്, ഡേവിഡ്സൺ T വാട്സൺ നിവാസ്, വിനോദിനി പ്രിംറോസ്, ബിജുകുമാർ ആലുവിള, അജയരാജ് RS തറട്ടയിൽ, ആരോൺ S അനിൽ മൂക്കോണം, ലളിത പാറമുകൾ, വിൽസൺ ചരുവിള, സജിത് ചിറ്റാലംകോട്. പ്രിയമുള്ളവർക്ക് സഭയുടെ എല്ലാ ജന്മദിനാശംസകളും ദൈവ കൃപകളും നേർന്നുകൊള്ളുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ ശ്രീ ആൻഡ് ശ്രീമതി ദിവാകരൻ നിർമ്മല കമുകറ, സ്റ്റീഫൻസൺ വിക്ടർ ഡോളി ആൻഡ് ഡീക്കനസ് വിക്ടർ വില്ല. പ്രിയമുള്ള കുടുംബങ്ങൾക്ക് സഭയുടെ എല്ലാ വിവാഹ വാർഷികാശംസകളും ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ നല്ല കർത്താവേ, ആരാധനാ സമൂഹമായി ഞങ്ങൾ ബലപ്പെടുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തെ ആരായുന്ന ഒരു തലമുറക്കാരെ വാർത്തെടുക്കുവാൻ ഞങ്ങളെ അവിടുന്ന് കൃപയൊരുക്കി വഴി നടത്തണമേ. സഭയുടെ ചാരുബഞ്ച നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി നേർച്ച അർപ്പിച്ചിരിക്കുന്ന പ്രിയമുള്ളവരെ ഓർക്കുന്നു. സമൃദ്ധമായിട്ടുള്ള നന്മ അവിടുന്ന് പ്രദാനം ചെയ്ത് വഴി നടത്തണമേ. മിഷനറി പ്രവർത്തനങ്ങൾക്കായും പൂർ ഫണ്ടിൻ്റെ പ്രവർത്തനങ്ങൾക്കായും കാഴ്ചകൾ അർപ്പിച്ചിരിക്കുന്ന പ്രിയമുള്ളവരെ ഞങ്ങൾ ഓർക്കട്ടെ. തിരുസാന്നിധ്യം കൂടിയിരിക്കണമേ. മിഷൻ വയലേലകളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ശക്തീകരിച്ചാലും സാമ്പത്തിക ഞെരുക്കങ്ങൾ പലയിടങ്ങളിലും അനുഭവിക്കുന്നു. അവിടങ്ങളിൽ ഞങ്ങളുടെ പ്രാർത്ഥനയോടുകൂടിയുള്ള സഹകരണങ്ങൾ അവർക്ക് അനുഗ്രഹമായി ബലമായും തീരുവാനും കൃപയൊരുക്കണമേ. കഴിഞ്ഞ നാളുകളിൽ സഭയിലെ സാധുക്കളുടെ വിവിധ ആവശ്യങ്ങൾ സന്ധാരണം ചെയ്യുവാൻ
പൂർ ഫണ്ടിന് അവിടുന്ന് കൃപയിരിക്കുകയല്ലോ. നേർച്ചകൾ അർപ്പിച്ചിരിക്കുന്ന അവിടുത്തെ മക്കളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുന്ന നാളുകളിൽ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന പ്രിയ പൈതങ്ങളെ ഓർക്കുന്നു. ദൈവമാണ് ഞങ്ങൾക്ക് പഠിക്കുവാനുള്ള കൃപയും ഭാഗ്യവും ഏകിയത്. ദൈവസന്നദ്ധയിൽ ഞങ്ങൾ ഞങ്ങളുടെ തലമുറക്കാരെ വിനയപ്പെടുത്തുന്നു. ഇത്രത്തോളം നന്നായി പഠിക്കുവാൻ, പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിൽ പഠനത്തിൽ നന്നായി ശോഭിപ്പാൻ അവിടുന്ന് കൃപയിരിക്കുകയല്ലോ. പരീക്ഷകളിൽ നന്നായി എഴുതുവാൻ, നല്ല വിജയത്തിനുടമകളായി തീരുവാൻ പ്രിയ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അത് ഭാവി ജീവിതത്തിനും ഒരു ഉപജീവന മാർഗം ലഭ്യമാകുന്നതിനും ഉതകുന്ന തരത്തിലേക്ക് അവിടുന്ന് അനുഗ്രഹിച്ചു വഴി നടത്തണമേ. വിവിധ തലങ്ങളിൽ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവരെയും ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി നേർച്ചകൾ അർപ്പിച്ചിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവ കൃപയുടെ നിറവിൽ മറച്ച് കാത്തുകൊള്ളണമേ. ഞങ്ങളോടൊപ്പം യാത്രയായിരുന്നു ദൈവസന്നദ്ധയിലേക്ക് ചേർക്കപ്പെട്ട പ്രിയമുള്ളവരെ ഞങ്ങൾക്ക് ഓർക്കുവാനും സ്മാരക പ്രാർത്ഥനകൾ നടത്തുവാനും അതിനെ കാണിക്കകളായി അർപ്പിച്ചിരിക്കുന്ന കുടുംബങ്ങളെ ഓർക്കുന്നു. ഞങ്ങളോടൊപ്പം അവർ ഞങ്ങളെ വഴി നടത്തിയ നല്ല ദിനങ്ങളെ ഓർക്കുവാനും നല്ല പാഠം ജീവിതത്തിൽ ശീലിപ്പാൻ തുടർന്നും അവിടുന്ന് സഹായിക്കണമേ. പുതിയ വയസ്സിലേക്ക് പ്രവേശിച്ചപ്പോഴും പുതിയ കുടുംബ വർഷത്തിൻ്റെ അനുഗ്രഹം പങ്കിടുവാൻ അവിടുന്ന് കൃപ പകർന്ന കുടുംബങ്ങൾക്കായും സ്തോത്രം. തുടർന്നും ബലവാനായ ദൈവം കൂടെയിരിക്കണമേ. വരുന്ന നാളുകളിൽ പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കുകയും പുതിയ കുടുംബവർഷത്തിൻ്റെ നന്മ സ്വീകരിപ്പാൻ ഒരുങ്ങുകയും ചെയ്യുന്ന പ്രിയ കുടുംബക്കാരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കൃപയുടെ മറവിൽ മറഞ്ഞ് ആരാധനാ സമൂഹമായി ബലപ്പെടുവാൻ അവിടുന്ന് കൃപയിരിക്കാലും കർത്താവ് ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു നൽകുന്ന കൂട്ടായ്മകൾ വരുന്ന നാളുകളിൽ ആലയത്തിലായിരുന്നു പങ്കിടുവാൻ കൃപ പകരണമേ. ഇവിടുന്ന് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ജീവിതയാത്രയിൽ നല്ല സഖിയായി ആത്മമിത്രമായി കൂടെ ഇരുന്ന് വഴി നടത്തണം. അനുഗ്രഹിച്ചാലും കൃപയിൽ കാത്താലും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമാകുന്ന യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് ആലോചനക്കാരനായി കൂടെ ഇരുന്ന് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപയും കൂട്ടായ്മയും പ്രിയമുള്ളവരെ നമ്മെല്ലാവരോടും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.